സ്പോർട്സ് ആൻഡ് ഷോർട്സിലേക്ക് പോകാം. കേരള ഒളിമ്പിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എസ്.എൻ. രഘുചന്ദ്രൻ നായർ KOA എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചുമതലയേറ്റു. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി. സുനിൽകുമാർ, സെക്രട്ടറി ജനറൽ എസ്. രാജീവ് തുടങ്ങിയവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. കഴിഞ്ഞ ഒക്ടോബർ 2 ചേർന്ന എക്സിക്യൂട്ടീവ് കൗൺസിൽ മീറ്റിംഗിലാണ് ഗോൾഫ് ക്ലബ് സെക്രട്ടറി കൂടിയായ രഘുചന്ദ്രൻ നായരെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി തിരഞ്ഞെടുത്തത്. 26ാമത് കേരള സ്റ്റേറ്റ് സബ് ജൂനിയർ കിഡീസ് തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ 26-27 തീയതികളിൽ കാസർഗോഡ് ദുർഗ HSS ഓഡിറ്റോറിയത്തിൽ നടക്കും. ചാമ്പ്യൻഷിപ്പിന്റെ തത്സമയ സംപ്രേക്ഷണം കേരള ഒളിമ്പിക് അസോസിയേഷൻ യൂട്യൂബ് ചാനൽ കേരള ഒളിമ്പിക്കിൽ ഉണ്ടായിരിക്കുന്നതാണ്. കേരള ഹോക്കി സംഘടിപ്പിക്കുന്ന 9ാമത് പുരുഷ വിഭാഗം സീനിയർ സ്റ്റേറ്റ് ഹോക്കി ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ 10 മുതൽ 13 വരെ കൊല്ലം ന്യൂ ഹോക്കി സ്റ്റേഡിയത്തിൽ നടക്കും. ചാമ്പ്യൻഷിപ്പിന്റെ തത്സമയ സംരക്ഷണം കേരള ഒളിമ്പിക് അസോസിയേഷന്റെ യൂട്യൂബ് ചാനൽ കേരള ഒളിമ്പിക്കിൽ ഉണ്ടായിരിക്കുന്നതാണ്. പാലക്കാട് നടക്കുന്ന ദേശീയ സീനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് തോൽവി. 1-3 ഗോളുകൾക്ക് തമിഴ്നാടാണ് കേരളത്തെ തോൽപ്പിച്ചത്. ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് തമിഴ്നാട് ഗോവയോട് പരാജയപ്പെട്ടിരുന്നു. എന്നാൽ കേരളം ആദ്യ മത്സരത്തിൽ ഹിമാചൽ പ്രദേശിനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തോൽപ്പിച്ചിരുന്നു. മറ്റൊരു മത്സരത്തിൽ ഗോവ ഹിമാചൽ പ്രദേശിനെ എതിരില്ലാത്ത 7 ഗോളുകൾക്ക് തോൽപ്പിച്ചു. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം.